ഏറെ ഉണ്ടെങ്കിലും ചാലക്കുടിയിലെ ചോയ്സ് ഫാം ഒന്ന് വേറെ തന്നെ. നടപ്പിലും നടത്തിപ്പിലും പഴമയും പുതുമയും സമന്വയിപ്പിക്കുന്ന ഒരൊന്നാന്തരം ഗോകുലം. കേവലം 2 വർഷങ്ങൾ കൊണ്ട് ലാഭത്തിൻ്റെ കടമ്പകൾ കടന്ന ചോയ്സ് ഫാമിൻ്റെ വിജയത്തിന് പിന്നിൽ റിജു എന്ന ചെറുപ്പക്കാരൻ്റെ നൈപുണ്യവും ആത്മസമർപ്പണവുമുണ്ട്. ആ ധന്യതയ്ക്ക് അംഗീകാരമായി ഇത്തവണ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷീരധാര അവാർഡുമെത്തി. ചാലക്കുടിയിൽ നിന്നും ലോകത്തിൻ്റെ ചാലക ശക്തിയായി മാറുന്ന ചോയ്സ് ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കൃഷിദീപത്തിൽ. കോർമലക്കാരൻ കനകക്കുന്ന് കയറിയപ്പോൾ കേരള സർക്കാരിൻ്റെ ആദരമെത്തി. സഹസ്രങ്ങൾ കണ്ടു നിൽക്കെ അത് കൈകൂപ്പി വാങ്ങുമ്പോൾ ഒരു സുകൃതം സാർത്ഥകമായതിൻ്റെ ഉൾപ്പുളകം. റിജു കെ പൗലോസ്, വയസ്സ് 40. ഒറ്റ നിമിഷത്തെ വെള്ളി വെളിച്ചങ്ങൾക്ക് മുന്നിൽ മാത്രം അറിയേണ്ടതല്ല റിജുവിൻ്റെ ജീവിത റീലുകൾ. കർമ്മപരമ്പരയുടെ വിശ്രമരഹിതമായ കഥകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ അടുത്തറിയാൻ ചാലക്കുടിയിലെ ചോയ്സിൽ ചെല്ലണം. ചോയ്സ് ഫാമിന്റെ അമരക്കാരൻ 2ാം വർഷത്തേക്ക് കടക്കുകയാണ്. അമിത ആവേശം ഒന്നിലുമില്ല, കൃത്യാന്തര ബാഹുല്യം തളർത്തുന്നതുമില്ല. എന്തിലും ഏതിലും ഉള്ളിലെ തീ അണയാതെ നിൽക്കും. 2 വർഷം മുമ്പായിരുന്നു അത്. പാചക ബിസിനസ്സിൽ നിന്ന് പാൽക്കാരനാകാൻ റിജു സ്വയം തീരുമാനിക്കുകയായിരുന്നു. കോർമലയിലെ 1.5 ഏക്കർ ഭൂമിയായിരുന്നു സ്വത്ത്. പൈക്കൾക്കായി ഒന്നാന്തരം കൂടാരമൊരുക്കാൻ അധികം താമസിച്ചില്ല. തട്ടുപന്തൽ പോലെ 24 അടി ഉയരത്തിലുള്ള ടൈൽ ഷീറ്റിലൂടെ വായു അനായാസേന ഒഴുകി. GI പൈപ്പിൽ ഉയർന്നു നിൽക്കുന്ന കൂടാരത്തിന്റെ വശങ്ങൾ ഒട്ടും മറച്ചില്ല. വെയിലിന്റെ വീറിനെ തടയാൻ തണൽ വലകൾ മാത്രം. തണൽ മരങ്ങൾ ഗോകുലത്തിന് കുടപിടിച്ചു നിന്നു. തറ കോൺക്രീറ്റ് തന്നെ. ഒത്ത നടുവിലൂടെ ഇടച്ചാലുകൾ. 60 അടി 30 അടി വിസ്തൃതിയിൽ തീർത്ത കരിങ്കൽ തറയിൽ പൈക്കൾക്ക് ചാഞ്ചാടി നിൽക്കാൻ റബ്ബർ ഷീറ്റുകൾ നിരന്നു. വിശ്രമിക്കുമ്പോൾ കുളിർ കാറ്റേകാൻ പങ്കകൾ. കുടിക്കും തോറും നിറയുന്ന പാനപാത്രങ്ങൾ. സ്വകാര്യതയ്ക്കായി കള്ളിതിരിച്ച ഫ്രെയിമുകൾക്കുള്ളിൽ താരങ്ങളെപ്പോലെ പൂവാലികൾ. ലയമാകെ ദ്വാരക ഗോകുലത്തെ അനുസ്മരിപ്പിക്കുന്ന ലാവണ്യ സുഭഗത. ചോയ്സിൽ വാഴാനുള്ള ഗോക്കളെ റിജു തന്നെ തെരഞ്ഞെടുത്തു. പൈക്കളെ വാങ്ങുമ്പോൾ അവ ലക്ഷണമൊത്തവയാവണം എന്ന നിർബന്ധമുണ്ട് റിജുവിന്. 2 ഡസൻ ഗോക്കൾക്ക് നന്നായി നിൽക്കുവാൻ സൗകര്യമുണ്ട്. അവിടെ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ വന്നു. അയർലൻഡിന്റെ സ്വന്തം മേനി. കറുപ്പഴകിന്റെയും വെളുപ്പഴകിന്റെയും താരസൗന്ദര്യം. കൊഴുപ്പ് കുറഞ്ഞാലും കറവയ്ക്ക് എന്നും മുന്നിൽ. കൊമ്പുകളുടെ ചന്തം ഒന്ന് വേറെ തന്നെ. ജേഴ്സിയില്ലാത്ത ഫാം കാശില്ലാത്ത പേഴ്സ് പോലെയാണ്. കറവ കുറഞ്ഞാലും കൊഴുപ്പുറയുന്ന പാൽ മേന്മ തന്നെ. പാത്രം പോലെ വിരിഞ്ഞ നെറ്റിയും മിഴിവാർന്ന കരിമിഴികളും ഇംഗ്ലീഷ് ചാനലിന്റെ കീർത്തി വിളിച്ചറിയിക്കും. പടിഞ്ഞാറുനിന്ന് വന്നവർ അവിടെ നിൽക്കട്ടെ, നാട്ടുചന്തത്തിന്റെ 7 അയലത്ത് നിൽക്കാൻ വെല്ലുവിളിക്കുന്നത് സുനന്ദിനിമാർ തന്നെ. ശരാശരി കറവയുടെ സുദീർഘ സുഹൃതം പേറി സുനന്ദിനികൾ വിലസും. പൈക്കൾക്ക് കൂട്ടായി മഹിഷങ്ങളുമുണ്ട്. മുറവിളി ഏതുമില്ലാതെ ശ്യാമസൗന്ദര്യമായി മുറ എരുമകൾ ചോയ്സിന്റെ ജോഡികളാവും. വൃത്തിയും വെടിപ്പുമാണ് ചോയ്സിന്റെ ചാരുത. തൊഴുത്തിൽ നിന്ന് ഇടച്ചാലുകളിലൂടെ ഒഴുകിയെത്തുന്നവ നേരെ സ്ലറി ടാങ്കിലെത്തും. വെള്ളത്തിന് വമ്പൻ സൗകര്യമുണ്ട്.
ഉയർന്ന ഗോപുരത്തിൽ വാട്ടർ ടാങ്ക്. താഴെ സ്ഥലം പാഴാക്കി കളഞ്ഞില്ല, ഒരു കൂടവിടെ പിടിപ്പിച്ചു. പിടക്കോഴിക്കു പകരം പുള്ളിക്കാരി ഗിനിക്കോഴികൾ അവിടെ സ്ഥാനം പിടിച്ചു. ഇനിയാണ് ചോയ്സ് കാര്യങ്ങൾ. രാവിലെ 6 മണി. ഇളയരാജയുടെ സംഗീതത്തിൽ മോഹനരാഗം വരവായി. സടകുടഞ്ഞെഴുന്നേറ്റ ഗോക്കൾ ഒരു നിറച്ചുരത്തിന് തയ്യാറായി കഴിഞ്ഞു. അകിട് തേച്ചൊരു ചെറുകുളി. കറവയ്ക്കായി പലയിടത്തും പാത്രങ്ങൾ ഒരുങ്ങി. എണ്ണ തേച്ചൊരു വഴക്കം. അതിന് വിരൽത്തഴക്കം കൂട്ടുചേരുമ്പോൾ ചുറുചുറാ പാൽധാര. ചാറ്റൽ മഴയുടെ താളത്തിൽ പാത്രങ്ങൾ പതഞ്ഞു നുരയും. ചുരന്നൊഴുകുന്ന പാൽ പല പാത്രങ്ങളിൽ നിറഞ്ഞു പൊന്താൻ പിന്നെ നിമിഷങ്ങൾ മതി. മറ്റൊരിടത്ത് മിൽക്ക് പാർലറുണ്ട്. പക്ഷേ പാർലറിൽ കയറണമെങ്കിൽ ഒരു പാർലമെന്ററി യോഗം വേണം. മിനിമം 30 ചുരത്തിയാലേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കൂ. ജയിച്ചാൽ കറവയന്ത്രത്തിന്റെ സുഖമറിയാം. ഇവിടെ വാച്ച് ആൻഡ് വാർഡ് റിജു തന്നെ. പാർലറിൽ ഇറങ്ങി നിന്ന് കൈയുയർത്തിയാൽ തലോടാവുന്ന അകിടിൽ ടീറ്റ് കപ്പുകൾ ഘടിപ്പിച്ചാൽ കറവയ്ക്കു തയ്യാർ. രുചികരമായ തീറ്റ മുന്നിലെത്തുന്നതോടെ കറവ ശാന്തസുന്ദരമായ അനുഭൂതിയായി മാറും. സ്ഫടിക ടാങ്കിലൂടെ പാൽപ്പുഴ ഒഴുകിയെത്തും. പാലെത്രയോ ആകട്ടെ, 10 മിനിറ്റിനുള്ളിൽ കാര്യം കഴിയും. ഒരേ സമയം 2 പൂവാലികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം. പൈക്കൾ മാറി മാറി വരാം. എന്നാലും ഒറ്റയാൾ സാന്നിധ്യം തന്നെ പാർലറിൽ ധാരാളം. കറവ തീരുന്നതോടെ യന്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കും. തുടർന്ന് പവർ ഹോസിലെ കുളിയുണ്ട്. കിടാങ്ങൾക്കാണ് ആദ്യ അവസരം. പ്രത്യേകമൊരുക്കിയ തുറസായ കൂടാരത്തിൽ അവർ ജലധാരയുടെ സുഖമറിയും. മേനി തേച്ചുമിനുക്കി ചിതറി വീഴുന്ന വെള്ളം എല്ലാവരെയും വൃത്തിയാക്കും. പൈക്കൾക്ക് 3 നേരം കുളിയുണ്ട്. വെന്തുരുകുന്ന വേനൽ ചൂടിൽ കുളിരായെത്തുന്ന ജലവൃഷ്ടി അവർ നന്നായി ആസ്വദിക്കും. ആവശ്യം അറിഞ്ഞു തന്നെ തീറ്റ. ചോയ്സ് അനുസരിച്ച് തീറ്റ കൂട്ടുണ്ട്. ബിയർ ഫാക്ടറിയിലെ ചോളത്തുണ്ട് തീറ്റയിൽ പ്രധാനമാണ്. അവ വായു കയറാത്ത സംഭരണികളിൽ സൂക്ഷിക്കും. സോയാബീൻ തുണ്ട്, ഉഴുന്ന് തവിട്, ചോളത്തുണ്ട് എന്നിവയാണ് പ്രധാന മിശ്രിതം. കൂട്ടത്തിൽ പെല്ലറ്റും ചേർക്കും. കാൽസ്യം ടോണിക്കുകളും ധാതുലവണ മിശ്രിതവും മേമ്പൊടിയായി വീഴും. നന്നായി വെള്ളമൊഴിച്ച് കുഴച്ച തീറ്റ അലുമിനിയം പാത്രങ്ങളിൽ തയ്യാറാവും. തീറ്റയുടെ ചുമതല വീട്ടുകാർ കൂടി ഏറ്റെടുക്കും. അമ്മയും അപ്പനും ചേർന്നാണ് അത് നൽകുക. മക്കളായ ജൂവലും റേച്ചലും പൈക്കളുടെ വാത്സല്യം നുകരാനെത്തും. സ്നേഹസമൃദ്ധിയിൽ ഗോകുലമൊന്നാകെ ഉത്സവലഹരിയിലാവും.
ഉച്ചയോടെ പുൽക്കെട്ടുകൾ എത്തും. പുൽനാമ്പുകൾ പാൽത്തുള്ളികൾ തന്നെ. അതുകൊണ്ട് അധ്വാനം പാഴല്ല. പുൽക്കടകൾ പാഴാക്കി കളയാതിരിക്കാൻ ചാഫ് കട്ടറിന്റെ സഹായവുമുണ്ട്. യന്ത്രത്തിൽ ഒന്ന് കയറി ഇറങ്ങുന്നതോടെ പുൽക്കെട്ട് തുണ്ടമായി ചിതറിത്തെറിക്കും. കറണ്ടില്ലെങ്കിലും പ്രവർത്തിപ്പിക്കാം. ഒട്ടും പാഴാക്കാതെ തിന്നുന്നവർക്ക് മുറിക്കാതെ തന്നെ നൽകുവാനും ചോയ്സുണ്ട്. റിജു ഇപ്പോൾ പല രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഉദാഹരണം കാറ്ററിംഗ് രംഗത്തുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കുറച്ച് നാൾ വിദേശത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് നാട്ടിൽ വന്നിട്ടൊരു ഫാം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. നാട്ടിൽ വന്നിട്ട് ഫാം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സന്തോഷം എവിടെ പോലും കിട്ടില്ല. പിന്നെ നമ്മൾ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾക്ക് പറ്റിയ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുത്ത് നമ്മളൊരു തൊഴിൽ ചെയ്യുന്നു. അതിലൊരു വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ 1.5 വർഷത്തെ അനുഭവമാണ് ഈ ഫാം നടത്തിയിട്ടുള്ളത്. പുതിയതായിട്ടൊരു ഫാം തുടങ്ങുമ്പോൾ നമുക്ക് ഏതിനം പശുക്കളാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മൃഗങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? പശുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ പശു കുഴപ്പമില്ല, HF, ജേഴ്സി പശുക്കൾ. പക്ഷേ നല്ല ഒരു 10 ലിറ്ററിൽ മേലെ ഉള്ള പശുക്കളെ തിരഞ്ഞെടുക്കായിരിക്കും നല്ലത്. ഇപ്പോൾ റിജുവിൻ്റെ ഫാമിൽ കാണുന്നൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ തീറ്റ റിജുവിൻ്റെ തന്നെ യുക്തി അനുസരിച്ചുള്ള ഒരു മിശ്രിതമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തീറ്റക്കൂട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് റിജുവിന് പൊതു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റ കൊടുക്കുന്നതിനേക്കാൾ എത്ര രൂപ ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മുന്നൊരു മിക്സിങ് ചെയ്ത് നോക്കി. കാരണം KSNTയും കേരള ഫീഡിനൊക്കെ ചെയ്യുന്ന ഒരു മിക്സിങ്, അത് കപ്പലണ്ടി പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്, ഗോതമ്പ്, ചോളം എല്ലാം. പക്ഷെ നമ്മുടെ നാട്ടിലതൊക്കെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് കാരണം അത് ലാഭമില്ലാതെ അത് നിർത്തി. ഇപ്പോൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ KSൻ്റെ ഒപ്പം 1 കിലോ KS, അതിൻ്റെ ഒപ്പം 1 കിലോ സോയാബീൻ തുണ്ട്, 1 കിലോ ഉഴുന്നുന്തവിട്, 1 കിലോ ചോളത്തുണ്ട്. ആ ഒരു മിക്സിങ് എത്ര രൂപയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും? അപ്പോൾ നമുക്കൊരു 12 രൂപ കോസ്റ്റ് വരും. അല്ലെങ്കിൽ നമുക്ക് 13 രൂപ 15 രൂപ വരെ വരും. ഇപ്പോൾ പരുത്തി പിണ്ണാക്കാണെങ്കിൽ പരുത്തി പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, തേങ്ങകളൊക്കെ 18-20 രൂപ വില വരുന്ന സാധനങ്ങളാണ്. പിന്നെ അതിൽ വില കുറഞ്ഞ സാധനം എന്ത് ചേർത്താൽ തന്നെ അനുപാതം ഒരു 15 രൂപ മേലെ വില വരും. മിനിമം എത്ര ലിറ്റർ പാലുള്ള പശുക്കളുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായ ഒരു ഫാം നടത്താൻ പറ്റും? ഒരു 10 ലിറ്ററിന് മുകളിലേക്കുള്ള പശുക്കളായിരിക്കും ഫാമിലേക്ക് നല്ലത് എപ്പോഴും. കാരണം എനിക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ചപ്പോൾ 10 പറഞ്ഞ് മേടിച്ച പശുക്കൾ 8-7 കിട്ടിയിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ തീറ്റ കുറച്ച് കളയുമ്പോൾ അവർ പാലിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ അവരെ നിർത്തി നമ്മൾ ആ തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ കോസ്റ്റ് മാത്രം നോക്കി അവരുടെ ലേബർ കോസ്റ്റ്, കറണ്ട് ബില്ല് എല്ലാം നോക്കുമ്പോൾ നമുക്കത് ലാഭകരമില്ലാണ്ടാവും. പൈക്കളുടെ ആരോഗ്യ ശ്രദ്ധ പ്രധാനമാണ്. ചാലക്കുടി ഗവൺമെന്റ് മൃഗാശുപത്രിക്കാണ് അതിന്റെ ചാർജ്. ആഴ്ചതോറും വെറ്ററിനറി സർജനെത്തും. തീറ്റയുടെ മാനേജ്മെന്റും ആരോഗ്യ പരിശോധനകളും എല്ലാം കൃത്യമായി നടക്കും. മരുന്നുകളും സപ്ലിമെന്റുകളുമൊക്കെ ചോയ്സിൽ തന്നെ എപ്പോഴും ഉണ്ടാകും. കാര്യങ്ങളെല്ലാം കൊള്ളാം. പക്ഷേ ചാലക്കുടിക്കാർക്ക് കുടിക്കാൻ തുള്ളിപ്പാൽ റിജു നൽകില്ല. പാലിനെ പാലായി മാത്രം കണ്ടാൽ പണമാവില്ലെന്ന് റിജുവിനറിയാം. ലാഭം വേണമെങ്കിൽ പാലിനെ പലതായി കാണണം. അതെങ്ങനെയെന്ന് ഇനി കാണാം. സമയം രാവിലെ 10 മണി. ഗോകുലത്തോട് ചേർന്ന് വിസ്തൃതമായ മറ്റൊരു പണിപ്പുരയിലേക്ക് കറന്നെടുത്ത പാലെത്തും. പാൽ മുഴുവൻ വാർപ്പിലെത്തുമ്പോൾ കമ്പകത്തിന്റെ ചെറുതീ ആളിപ്പടരും. വെന്തുവിറയ്ക്കുന്ന പാലിന്റെ നറുമണം നാടാകെ പടരും. അപ്പോഴേക്കും മറ്റൊരിടത്ത് ക്രീം സെപ്പറേറ്റർ തയ്യാറായി കഴിയും. ബവൽ ഘടിപ്പിച്ച് മുറുക്കിയാൽ പാലിന് മറ്റൊരു വിധിയാണ്. ബവലിലൂടെ എത്തുന്ന ചൂടുപാൽ 2ആയി വഴിപിരിയും. ഒന്നിലൂടെ ക്രീമില്ലാത്ത പാൽ ചീറിപ്പാഞ്ഞൊഴുകുമ്പോൾ മറ്റൊന്നിലൂടെ ക്രീം മന്ദം മന്ദം അരിച്ചെത്തും.
സെപ്പറേറ്ററിൽ തുടർച്ചയായി പാൽ വീഴുന്നതോടെ ക്രീം ശേഖരിക്കുകയായി. ഗോ നെയ്യിനെ നറും നെയ്യ് എന്നു വേണം പറയുവാൻ. അത് 100% പരിശുദ്ധമാകണം. ഇതിനായി ക്രീമിൽ ഉറയൊഴിക്കും. 20 ലിറ്റർ ക്രീമിന് 2 ലിറ്റർ ഉറ എന്നതാണ് കണക്ക്. നേരത്തോട് നേരം കഴിഞ്ഞ് ക്രീമിൽ പകുതിയോളം തണുത്ത വെള്ളം ചേർക്കാം. തുടർന്ന് ക്രീം പ്രത്യേക ക്യാനുകളിൽ നിറച്ച് വെണ്ണ കടയുന്ന യന്ത്രം ഘടിപ്പിക്കാം. അരമണിക്കൂർ പ്രവർത്തിക്കുന്നതോടെ വെണ്ണ കടഞ്ഞെടുക്കുകയായി. വെണ്ണ ശുദ്ധമാക്കണം. നന്നായി വെള്ളത്തിൽ കഴുകി വാരണം. ഉലച്ചു കഴുകിയ വെണ്ണയുടെ മൃദുലതയും ലാവണ്യവും ഒന്ന് വേറെ തന്നെ. വെണ്ണ മറ്റൊരു വാർപ്പിൽ ചൂടാക്കി ഉരുക്കിയാൽ നല്ല നെയ്യ് കിട്ടും. പരിശുദ്ധിയും പവിത്രതയും മാറ്റുരയ്ക്കുന്ന നറുനെയ്യ്. ക്രീം എടുത്ത പാലിനെ വിടില്ല. അതിനെ വീണ്ടും ചെറുതീയിൽ ചൂടാക്കും. വൈകിട്ട് 4 മണിയോടെ 40 ഡിഗ്രി താപനിലയിലേക്ക് തണുത്താൽ ഉറയൊഴിച്ച് തൈരാക്കും. ചോയ്സിന്റെ ബ്രാൻഡിൽ ഇത് കട്ടിമോരാണ്. നേരം വൈകിയാണ് തൈര് പാക്കിംഗ്. 250 മില്ലിയുടെ കവറുകൾ നേരത്തെ തയ്യാറാകും. പായ് വിരിച്ച് വട്ടത്തിലിരിക്കുന്ന വനിതാ സംഘം കട്ടിമോര് കൃത്യതയോടെ കവറിലാക്കും. റബ്ബർ ബാൻഡ് സീലിംഗേ ഉള്ളൂ. ബാസ്ക്കറ്റുകളിൽ അടുക്കി പാക്ക് ചെയ്യുന്ന തൈര് നേരെ വിപണിയിലേക്ക്. നെയ്യും തൈരുമായാൽ തീർന്നുവെന്ന് കരുതണ്ട. സംഭാരത്തിന് അധിക ഭാരം വേണ്ട. പൾപ്പാണ് പ്രധാനം. കറിവേപ്പില ഊരിയെടുത്ത് ഇഞ്ചി ചീകി വട്ടത്തിലരിഞ്ഞ് ജാറിൽ നിറച്ച് മിക്സറിൽ പരുവപ്പെടുത്തും. പൾപ്പിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നേർപ്പിക്കാം. നന്നായി അരിച്ചെടുക്കണം. നേർപ്പിച്ച മോര് അരിച്ചൊഴിച്ച് പൾപ്പിൽ ചേർത്താൽ നാവിൽ രുചിയുടെ അണ പൊട്ടിക്കാൻ പാകത്തിൽ സംഭാരം ഗംഭീരമാകും. സംഭാരത്തിന് ആവശ്യക്കാരേറെയുണ്ട്. രാഷ്ട്രീയ ജാഥയ്ക്കും ക്ഷേത്ര ഉത്സവത്തിനും എന്തിന് ചാലക്കുടിയിൽ ആള് കൂടുന്നിടത്തൊക്കെ ചോയ്സ് സംഭാരം തന്നെ. സ്വയം സംസാരിക്കുന്ന വ്യത്യസ്തതയാണ് ചോയ്സ് ഫാം. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ചോയ്സിനെ അന്വേഷിച്ച് സർക്കാരിൻ്റെ ആദരം ചെന്നതും വെറുതെയല്ല. റിജുവിനെ സംബന്ധിച്ചിടത്തോളം പാല് വിൽക്കുന്നില്ല. വളരെ കുറച്ച് തുച്ഛമായ പാല് വിൽക്കുന്നത്. പകരം ചില ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നത്. ഇത് ആരാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണമെന്ന്? ആരും പറഞ്ഞൊന്നല്ല. എനിക്ക് ഈ കാറ്ററിങ്ങിൻ്റെ പരിപാടി ആയിരുന്നപ്പോൾ തൈര് മാർക്കറ്റ് കിട്ടില്ല. പിന്നെ നമ്മളുടെ അടുത്ത് കിട്ടാത്തൊരു സാധനം, കടകളിലൊന്നും തൈര് കാണാറില്ല. അപ്പോൾ എനിക്ക് ഒരു തോന്നിയ ഐഡിയ, ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ ഇങ്ങനെ പാക്കറ്റ് തൈര് കൊടുക്കുന്നത്. അതൊന്ന് പാട്ടത്തൈര് വന്ന് കൊടുക്കുന്നത് കണ്ടേക്കണം. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് നമുക്ക് കാറ്ററിംഗ് തൈര് ഒപ്പം തന്നെ ഇവിടെ അടുത്ത് കടകളിലും കാറ്ററിംഗുകാർക്കും കൊടുക്കാന്നുള്ള ഇതിലാണ് നമ്മൾ തൈര് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. ഇതിൽ പാലായിട്ട് വിറ്റാൽ കിട്ടുന്നതിനേക്കാൾ എത്ര ഇരട്ടി ലാഭമുണ്ട് ഇതിനാണ്? പാലായിട്ട് ഇരട്ടി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പാല് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പാലിപ്പോൾ ആർക്കായാലും സൊസൈറ്റിയിൽ അളന്നാൽ കിട്ടാൻ പോകുന്ന വില, ഇപ്പോൾ പാല് വില കൂടിയിട്ട് തന്നെ 20 രൂപ കിട്ടുന്നുള്ളൂ. അപ്പോൾ 20 രൂപേൻ്റെ ഇത് സംതിങ്. അപ്പോൾ പാല് വില കൂടുന്നേക്കാളും മുന്നേ അത് 10 രൂപ ഒടുങ്ങി 20 രൂപ വില കിട്ടുന്ന പാലുകളുണ്ട്. അത് വെച്ചാൽ ടെസ്റ്റ് നോക്കിയിട്ടാണ് പാലിന് വില ഇടുന്നത്. അതിലിപ്പോൾ 15 രൂപ കിട്ടും അല്ലെങ്കിൽ 20 രൂപ കിട്ടും.
അപ്പോൾ ഈ 15 രൂപ തീറ്റ ചിലവുള്ള സമയത്ത് 15-20 രൂപ പാലിന് വില ഇട്ട് നമുക്ക് കാര്യമില്ല. ഇപ്പോൾ പാലല്ലാതെ വിൽക്കുന്നത് വെണ്ണയുണ്ട്, നെയ്യുണ്ട്, തൈരുണ്ട്, സംഭാരമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വില നിലവാരം എങ്ങനെയാണ്? വില തന്നെ ഇപ്പം നമ്മൾ സംഭാരം കൊടുക്കുന്ന പാക്കറ്റ് 5 രൂപ, അത് എത്ര മില്ലി ഉണ്ടാവും? 250 ml. പിന്നെ നമ്മൾ തൈര് കൊടുക്കുന്നത് ലിറ്റർ 36 രൂപ, വെണ്ണ കൊടുക്കുന്നത് കിലോ 300 രൂപ, നെയ്യ് കൊടുക്കുന്നത് കുപ്പിക്ക് 300 രൂപ, 750 മില്ലിയുടെ കുപ്പിക്ക് 300 രൂപ. ഇപ്പോൾ ഈ വെണ്ണയും നെയ്യും തൈരും സംഭാരവും എവിടെയാണ് ഇതിൻ്റെ വിപണി? വിപണി നമ്മുടെ ലോക്കൽ ഏരിയ തന്നെ. ഇപ്പോൾ നമ്മളുടെ ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ അങ്ങനെ ഉൾപ്രദേശങ്ങളിൽ നമ്മൾ ടൗണിലൊക്കെ കമ്പനി പാലും തൈരും ഇതൊക്കെ കിട്ടും. അപ്പോൾ ലോക്കൽ ഏരിയകളിൽ ഇങ്ങനെയുള്ള സാധനം കിട്ടില്ല. അപ്പോൾ നമ്മൾ പച്ചക്കറിക്കാരെ ബേസ് ചെയ്ത് നമ്മൾ നാടൻ ഒരു രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നാട്ടിൻ പ്രാവശ്യം ആണ് കൂടുതലും മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 1.5 വർഷത്തിനുള്ളിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആദരം കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചെറുപ്പക്കാരന് വലിയൊരു അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ്. അങ്ങനെ ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? അഭിമാനം തന്നെ നമ്മൾ കഷ്ടപ്പെട്ടതിനൊരു പ്രതിഫലം. നമ്മൾ അവാർഡ് പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്, പക്ഷേ എന്നാൽ തന്നെ ഈ തുടങ്ങിയ 1.5 വർഷത്തിനുള്ളിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ചാലക്കുടി ബ്ലോക്കിൻ്റെ അവാർഡ് കിട്ടി, ചാലക്കുടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഒരു അവാർഡ് കിട്ടി. അത് നമുക്ക് ഒരു ദൈവാനുഗ്രഹവും നമുക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. അപ്പോൾ ഇനി എന്താണ് ഭാവി പദ്ധതി? ഭാവി പദ്ധതി എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം 100 പശുവാക്കുക, ഒരു 1000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. ചോയ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും മാതൃകയാക്കാവുന്ന, തിരഞ്ഞെടുക്കാവുന്ന ഒരു പേരാണ്. എന്താണ് ചോയ്സ് എന്നുള്ള ഈ പേര് സ്വീകരിക്കാനുള്ള കാരണം? ഒരു കാരണം, ഞാൻ ഹോട്ടൽ പണിയെടുത്ത് ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തത് ചോയ്സ് ഹോട്ടലിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പേര് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ കാരണം ചോയ്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സെലക്ട് ചെയ്യാനൊരു ഒരു മാതൃക പേരായിട്ട് കണ്ട് ചോയ്സ് നിട്ടുന്നു മാത്രം. ആയിരങ്ങൾ എന്തായാലും റിജുവിൻ്റെ മാതൃക പിന്തുടരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവിധ ഭാവവും. ഒരു പകലറുതിയിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ റിജു തിരക്കിലായിരുന്നു. ഓർത്തിരിക്കാൻ കൊതിപ്പിക്കുന്ന ലാവണ്യ ശോഭയോടെ ചോയ്സ് നിൽക്കുന്നു. ഇവിടെ സത്യം സങ്കല്പത്തേക്കാൾ അവിശ്വസനീയമെന്ന് തോന്നാം. എല്ലാം ഇടമുറിയാത്ത കർമ്മത്തിന്റെ പാരസ്പര്യങ്ങൾ തന്നെ. വിയർപ്പുമണികളുടെ വളക്കൂറിൽ സ്വപ്നങ്ങൾ പൂവണിയാൻ അധിക സമയം വേണ്ടല്ലോ. 1000 സൗഗന്ധികങ്ങൾ പൂത്തുവിടരുന്ന പാതകളിലൂടെ പൈക്കളുടെ ഗന്ധർവനായി ഈ ചെറുപ്പക്കാരൻ നടക്കും. അത് കൈരളിക്കെന്നും സൗരഭ്യമാർന്നൊരു മാതൃകയാവും. ചോയ്സ് ഫാമുമായി ബന്ധപ്പെടാം. റിജു കെ പൗലോസ്, ചോയ്സ് ഡയറി ഫാം, കോർമല, കുറ്റിച്ചിറ, ചാലക്കുടി. ഫോൺ 0480 2744 313. മൊബൈൽ 9745766544.